ഇന്ന് എൻ്റെ കൂടെയുള്ളത് കേരളത്തിൻ്റെ മഹാകവികളും സാംസ്കാരിക പ്രവർത്തകരും കഥാകൃത്തൊക്കെയാണ്. വളരെ മനോഹരമായൊരു സാംസ്കാരിക സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഇപ്പോൾ ഉള്ളത് ആരാണ്? ഒ എൻ വി മാഷുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കഥാകാരി ആരാണ്? മാധവിക്കുട്ടി. അങ്ങനെ എല്ലാ ആളുകളും ഉണ്ട്. ആരാണ്? മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടോളം. ഇവരെല്ലാം തന്നെ ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് ഈ ഒരുമിച്ച് ഈ കവി സദസ്സ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സദസ്സ് ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഈ ആളുകൾ ഈ കുട്ടികളിങ്ങനെ വേഷം ഇട്ടിരിക്കുക മാത്രമല്ല, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ആരാണെന്ന് ഇവർ പറഞ്ഞു തരും. നമുക്ക് ആദ്യം ഒ എൻ വി മാഷിനോട് ചോദിക്കാം. ആരാണ് ഒ എൻ വി മാഷ് എന്ന് പരിചയപ്പെടുത്തുക? നമസ്കാരം, ഞാൻ ഒ എൻ വി കുറുപ്പ്. 1931 മെയ് 27-ന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു. എൻ്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൻ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. 4ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ കുടയില്ലാത്തവർ എന്ന കവിത എൻ്റെ ജ്ഞാനഗ്നി എന്ന കൃതിയിൽ നിന്നെടുത്തതാണ്. എൻ്റെ ജ്ഞാനഗ്നി എന്ന കൃതിയിലെ ഏതാനും വരികൾ. പള്ളിക്കുടം തുറന്നല്ലോ, മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ, വേനലൊഴിവത്ര വേഗം പോയി, വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി, പൂരവും പെരുന്നാളും എല്ലാം പോയി, പൂതവും തെയ്യവും എങ്ങോ പോയി, പൂക്കണി വെച്ച് വിഷുവും പോയി, വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി. നന്ദി, നമസ്കാരം. എല്ലാവരും കൈയടിച്ചേ. നല്ല മനോഹരമായ കവിത ചൊല്ലിയില്ലേ? അങ്ങനെ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും, നമുക്ക് തൊട്ടിപ്പുറത്തങ്ങോട്ട് ചോദിച്ചില്ല, ഓരോ ആളുകളും വളരെ ഭംഗിയായിട്ട് കവിത ചൊല്ലും, ഓരോ കാര്യങ്ങളും പറയും. നമ്മളാരാ? മേരി ജോൺ കൂത്താട്ടുകുളം. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. എൻ്റെ അച്ഛൻ വടകര യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ കോർ എപ്പിസ്കോപ്പയായിരുന്നു. എൻ്റെ അമ്മ പുത്തൻകുരിശ് ഏഴക്കര നാട്ടെ അന്നമ്മ. എൻ്റെ വിദ്യാഭ്യാസം വടകര സെൻറ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. വിദ്വാൻ കോഴ്സ് പാസ്സായി അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് അധ്യാപക ജോലി ഉപേക്ഷിച്ച് തിരുവിതാംകൂർ അഞ്ചൽ സർവീസിൽ ചേർന്നു. മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ഉദാത്തമായ സ്നേഹവും ആരാധനയും നിറഞ്ഞതാണ് എൻ്റെ വരികൾ. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദമദീനനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ, നാൾക്കുനാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. ഇതെൻ്റെ അന്തിനക്ഷത്രം എന്ന കൃതിയിലെ വരികളാണ്. ഇത് 4ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. എല്ലാം ഒന്നുകൂടെ കൈ പിടിക്കേ. ഈ നിങ്ങളൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണോ? അപ്പോൾ സ്വന്തം ക്ലാസ്സിലെ പഠിക്കുന്ന കവിതകളൊക്കെ തന്നെയാണ് അല്ലേ? ആണോ? ഇഷ്ടപ്പെട്ടോ ഇതിപ്പോൾ ഇങ്ങനെ സമ്മേളനമൊക്കെ? നമ്മുടെ കൂടിരിക്കുന്ന ബാക്കിയുള്ള ആളുകളോട് പരിചയപ്പെടാം. ഇവരൊക്കെ വലിയ ആളുകൾ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹം ആരായിട്ടാണ് ഇത് എത്തി നിൽക്കുന്നുള്ളത്. ആരായിട്ടാ? കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് വരുമ്പോൾ 2 വരി കവിത ചൊല്ലാൻ വിടാൻ പറ്റത്തില്ല. ഒന്ന് 2 വരി കവിത ചൊല്ലിക്കേ. പരത്തി പറഞ്ഞാൽ പപ്പടം പപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടെടുത്തെന്ന് അമർത്തിയാൽ പടം. അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ, ഇതാരായിരിക്കുന്നത്? കുമാരനാശാനുണ്ട്. തൊട്ടടുത്ത ആളുകളിലേക്ക് നമുക്ക് പോവാം. ഇതാരാ? ചെറുശ്ശേരി. ഒന്ന് ചെറുശ്ശേരി സ്വയം പരിചയപ്പെടുത്തിക്കേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ചെറുശ്ശേരി. കൊല്ലവർഷം 650-നും 750-നും ഇടയിലാണ് ഞാൻ ജനിച്ചത്. ഉത്തര കേരളത്തിലെ കാണത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ഞാൻ ജനിച്ചു. എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒപ്പം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഞാൻ. എൻ്റെ പ്രധാന കൃതി കൃഷ്ണഗാഥയാണ്. 4ാം ക്ലാസ്സിലെ വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗം കൃഷ്ണഗാഥയിലെയാണ്. അതിലെ കുറച്ചു വരി ഞാനിവിടെ ചൊല്ലാം. സ്നാനാവും ചെയ്തു നീ ആഗാമിപ്പോളാവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ, ഇങ്ങനെയുള്ള എനിക്കേതുമേ തരാതെ എങ്ങോ നീ പോകുന്നതെന്നമ്മേ ചൊല്ലു. നന്ദി, നമസ്കാരം. അടിപൊളി അടിപൊളി. അടുത്താള് നമുക്ക് ഈ രൂപം കാണുമ്പോഴേ അറിയാം ആരാണെന്ന്. ഇത് പറയണ്ടെങ്കിലും പറയാം, ചോദിക്കാം. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. നമ്മൾ ഈ പുതിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കവിതകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? നല്ല കവിതയാണ്. അതെങ്കിൽ പറഞ്ഞോ, ഒരു മഹാകവി ഒരു 2 വരി കവിത ചൊല്ലാവോ? മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോഹരം,
മഹാഭാരത പൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായി. ഓക്കെ, അടിപൊളി. മോളെ ആരാണ്? ജി മോഹനകുമാരി. ഒന്ന് പരിചയപ്പെടുത്തുക പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ ജി മോഹനകുമാരി. 1957 കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് വെച്ചാണ് എൻ്റെ ജനനം. കഥ, വൈജ്ഞാനികം, ജീവചരിത്രം എന്നീ മേഖലകളിൽ 10 ബാലസാഹിത്യ കൃതികൾ ഞാൻ രചിച്ചിട്ടുണ്ട്. 2013 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് എഡിറ്ററായിരിക്കെ ജോലിയിൽ നിന്നും വിരമിച്ചു. 100-ലധികം കൃതികൾ ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാള പാഠപുസ്തകത്തിൽ ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ആര് പഠിപ്പിക്കുമെന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. അടുത്ത് നമ്മൾ പത്തനംതിട്ടക്കാരുടെ സ്വന്തം സുഗതകുമാരി ടീച്ചറാണ്. ടീച്ചറായിട്ടല്ലേ? ടീച്ചറിന്റെ കവിതയൊക്കെ ഇഷ്ടമാണോ? അതെ. ടീച്ചറിന്റെ കവിത ഒരു 2 വരി ഒന്ന് പാടാമോ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അടിപൊളി. മോളും 4ാം ക്ലാസ്സിൽ പഠിക്കും അല്ലേ? ഇനി 5ലോട്ട്. ഇനി 5ലോട്ട് അല്ലേ? ഓ, നിങ്ങളെല്ലാം ഒരു സ്കൂളിലെ കുട്ടികളാണോ? എല്ലാം ഒരു ക്ലാസ്സാണോ? ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാ? ഓ, ഏത് സ്കൂളാ? GSNV LPS സ്കൂൾ, ഉള്ളന്നൂർ. GSNV LPS സ്കൂൾ വിദ്യാർത്ഥികളല്ലേ? അപ്പോൾ സന്തോഷമുണ്ടോ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ കേരളം പ്രദർശന വിപണമേള ഇരിക്കാൻ? അടിപൊളി അല്ലേ? നമ്മൾ ഒരാളെ മറന്നതല്ല, എത്തുകയാണ്. നമ്മൾ ആരായിട്ടിരിക്കുന്നത്? ഡോക്ടർ M ലീലാവതി. ടീച്ചർ അല്ലേ? ടീച്ചറായിട്ടാ. ടീച്ചറിനെ പറ്റി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഞാൻ ഡോക്ടർ M ലീലാവതി. 1927 സെപ്റ്റംബർ 16-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പടിയിൽ ഞാൻ ജനിച്ചു. നിരൂപക, അധ്യാപിക എന്നീ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. ധാരാളം പുരസ്കാരങ്ങൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ്, ബഷീർ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കൂടാതെ ഈ വർഷം കടമനിട്ട പുരസ്കാരവും ദേശാഭിമാനി പുരസ്കാരവും എനിക്ക് ലഭിച്ചു. 2008 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. ഇതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു അറിവ്. അവർ കാണാതെ പഠിച്ചു പറയുക മാത്രമല്ല, അവർ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. നമുക്കിനി അവരുടെ അധ്യാപികയിലൂടെ പോകേണ്ടതാണ്. അതിനുമുമ്പ് എല്ലാവരും എഴുന്നേറ്റ് വന്നേ, ചോദിക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നിരയായിട്ടിരിക്കുമല്ലോ ഒരു സമ്മേളനമൊക്കെ പോലെ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എൻ്റെ കേരള പ്രദർശന വിപണമേള? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ഈ ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് എന്തോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത്? ഹാപ്പിയാണ്. ഇത് ആരെങ്കിലും പഠിപ്പിച്ചൊക്കെ തന്നെ ഇതെല്ലാം? ടീച്ചർമാർ പഠിപ്പിച്ചു തന്നാണോ? നമുക്ക് ടീച്ചർമാരോട് ചോദിക്കാം അല്ലേ? ടീച്ചർ എന്ത് ചെയ്യേ? ടീച്ചറോട് ഒന്ന് കടന്നു വരുമെങ്കിൽ ടീച്ചറോട് ചോദിക്കായിരുന്നു. സ്കൂളിൻ്റെ HM നമ്മുടെ ഒപ്പം ചേരുകയാണ്. HM അല്ലേ സ്കൂളിലെ? ടീച്ചറെ ഒരു വളരെ ഭംഗിയുണ്ട്. നമ്മൾ സ്കൂൾ ഏത് സ്കൂളാണ്? ഗവൺമെന്റ് SNV LPS ഉള്ളന്നൂർ, ആറന്മുള സബ് ജില്ല. സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികളാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഈ ഇവരെല്ലാം തന്നെ വളരെ മനോഹരമായ കവിത ചൊല്ലുന്നു. മാത്രമല്ല അവർക്കെല്ലാം ഒരു കാണാ പിടിച്ച് പറഞ്ഞതിനപ്പുറത്തേക്ക് അവരെ മനസ്സിലാക്കി ഒരു മനസ്സിൽ നിന്ന് വരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഇവരുടെ 4ാം ക്ലാസ്സിൽ ഇവർക്ക് പഠിക്കാനുള്ള പാഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണിത്. ഇപ്പോൾ ജീവചരിത്രക്കുറിപ്പ് എഴുതാനും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠനോത്സവമൊക്കെ നടത്തിയപ്പം അന്ന് ഇത് ചെയ്തിരുന്നു സ്കൂളിൽ. അപ്പോൾ അതൊരു മികച്ച പ്രവർത്തനമായി തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കുഞ്ഞുണ്ണി മാഷ്, ഇവരുടെ ഒരു ഇങ്ങനെയാണ് ഓരോരുത്തരും ഒരു കവിയായിട്ട് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കിയില്ല. ഇവരുടെ പാഠപുസ്തകത്തിലെ കവികളും അവർക്ക് പഠിക്കാനുള്ള കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പല ആളുകളെ നമുക്ക് പറയാതെ തന്നെ അറിയാൻ സാധിക്കുക. അത്ര ബാക്കിയുള്ള അധ്യാപകരോട് എന്തിയേ ടീച്ചേഴ്സൊക്കെ ഇവരെ ഒരുപറ്റം അധ്യാപകരാണ് ഇവരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരോട് നമുക്ക്
നമ്മൾ ഈ കുട്ടികളോട് സംസാരിക്കും, നിങ്ങളുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കും, വളരെ മനോഹരമായിട്ട് അവർ ഈ കവിത ചൊല്ലുന്നു, കവികളെ പറ്റി പറയുന്നത്. ഇതൊരു പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു മാതൃകയാണ് അല്ലേ? അതെ അതെ തീർച്ചയായും ധാരാളം പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതെല്ലാം വിജയത്തിലെത്തിയെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത്. ഇങ്ങനെ ഒരു അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടങ്ങൾ നമുക്ക് സമൂഹത്തെ അറിയിക്കാൻ ഒരവസരമായിട്ട് ഞങ്ങളിതിനെ പ്രയോജനപ്പെടുത്തും. പേരൻസിനോട് പറയാനുള്ള ധൈര്യമായിട്ട് വിട്ടോളൂ അല്ലേ? അതെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തന്നെ എല്ലാ പേരൻസും കുഞ്ഞുങ്ങളെ നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് നമുക്കും പറയാനുള്ളത്. വലിയ ഒരു മുന്നേറ്റമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാ അധ്യാപകരും ഈ കുട്ടികളും എല്ലാം ഉള്ളത്. ഇവരോടൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിലേക്ക് ഇനിയിപ്പോൾ ഈ വർഷം പുതിയ കുട്ടികൾ വരാൻ പോകും അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുമോ? ആ ക്ലാസ് പുസ്തകമൊക്കെ കിട്ടിയോ? പുസ്തകം കിട്ടിയില്ലേ? ഓക്കെ, അതോടെ ഒന്ന് ചോദിച്ചേക്കാം. ടീച്ചറെ, കുട്ടികളുടെ പുസ്തകമൊക്കെ വന്നു കഴിഞ്ഞു? ഇപ്പോഴേ പുസ്തകമൊക്കെ വന്നു കഴിഞ്ഞു. റെഡിയാണല്ലേ? എല്ലാം റെഡിയാണ്, പുസ്തകങ്ങളെല്ലാം റെഡിയാണ്. ഓണം ഒന്നും വിഷയമല്ല. ഓണം നേരത്തെ ആയാലും അല്ലെങ്കിൽ പുസ്തകമുണ്ട്. പുസ്തകമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുസ്തകം ഉൾപ്പെടെ റെഡിയായി. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തി പ്രാപിക്കുവാണ്. ഈ കുരുന്നുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.